നമ്മുടെ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങളുടെ അടുത്തുള്ള കാടുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല പാള പ്ലേറ്റ് കേട്ടോ. പാള പ്ലേറ്റ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കവുങ്ങ് അടയ്ക്കാമറന്നൊക്കെ പറയണം. അതുമേന്ന് വരുന്ന പാളയുടെ പ്ലേറ്റ് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുത്ത പ്ലേറ്റുകളാണ്. വേണമെങ്കിൽ ഒന്ന് വേഗം മേടിച്ചോ. നല്ല അടിപൊളി പ്ലേറ്റുകളാണ്. കേരളത്തിലെ എല്ലായിടത്തേക്കും നമ്മുടെ ഡിക്സൺ ചേട്ടൻ എത്തിച്ചേരും. അപ്പൊ എന്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോട്ടോ. എന്നിട്ട് മേടിച്ചോളൂ പ്ലേറ്റുകൾ. നല്ല അടിപൊളി പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേറ്റ് കണ്ട. ഹോട്ടലിലൊക്കെ നമ്മൾ കഞ്ഞിയും ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് എല്ലാവരും ഉണ്ട്, എല്ലാ ടൈപ്പുകളും ഉണ്ട്. ഹലോ നമസ്കാരം, അക്കൗണ്ട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കാടുകുറ്റിയിലാണ് കേട്ടോ. കാടുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ നാച്ചുറൽ ലീഫ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ ഇവർ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടയ്ക്കാമരത്തിനൊക്കെ വരുന്ന പാളയുണ്ടല്ലോ, ആ പാള ഉപയോഗിച്ച് പ്ലേറ്റുകൾ, സ്പൂണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവരോട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് പൂർണ്ണമായും പ്രകൃതിദത്തമായ രീതിയിലുള്ള പ്ലേറ്റുകളാണ് ഇവരോട് നിർമ്മിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മള് നാച്ചുറൽ ലീഫിന്റെ ഉള്ളിലേക്ക് ഇതേ കയറാണ്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ നമ്മുടെ ഡിക്സൺ ചേട്ടൻ മുന്നിൽ തന്നെ ഉണ്ട്. ഡിക്സൺ ചേട്ടനാണ് നമ്മുടെ സ്ഥാപനം നടത്തുന്നത്. അതുപോലെ തന്നെ അതേ ചുറ്റും നിറയെ നമ്മുടെ പാളകൾ കൊണ്ട് ഉണ്ടാക്കിയ അങ്ങനെ പ്ലേറ്റുകളും സ്പൂണും പലതരത്തിലുള്ള പ്ലേറ്റുകളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഡിക്സൺ ചേട്ടാ, എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. എന്താണ് ശരിക്കും ഇപ്പൊ ഒരു ഈ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഒരു സംഭവം തുടങ്ങാനുള്ള കാരണം? നമ്മുടെ പറമ്പിലുള്ള പാള വീഴാൻ നേരത്തെ തന്നെ നമുക്കൊരു ആഗ്രഹം തോന്നാറുണ്ട്. ഈ പാള കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. വെച്ചാൽ വെള്ളി പോലെ ഇരിക്കുന്ന പാള ഇത് കളയാൻ തോന്നൂല. പറമ്പിലേക്ക് നശിച്ചു പോകാൻ നേരത്തെ ഭയങ്കര സങ്കടം. അപ്പൊ ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് എന്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിൾ ഇങ്ങനെ പേപ്പർ പ്ലേറ്റ് അടിക്കുന്നുണ്ട്, മഞ്ഞുമല വീട് പുള്ളിയുടെ. അപ്പൊ പുള്ളിയായിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും നല്ലൊരു ഐഡിയ ആണ് അത്. കാരണം പുള്ളി പേപ്പർ പ്ലേറ്റ് അടിക്കാൻ നേരത്തെ പേപ്പർ പ്ലേറ്റിന്റെ വേസ്റ്റ് ഉണ്ട്, ആ വേസ്റ്റ് കത്തിച്ചാലാനായിട്ട് എന്നെ പുള്ളി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പേപ്പർ പ്ലേറ്റ് നമ്മുടെ ഇപ്പൊ നോർമൽ നമ്മളിപ്പോ ഒരു പാർട്ടിക്കും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റ്, അത് എന്റെ വേസ്റ്റ് കത്തിച്ചാൽ കുറെ ബുദ്ധിമുട്ടാണ് പുള്ളി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. നല്ലൊരു ഐഡിയ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങിയതാണ് ഈ പരിപാടി. അങ്ങനെയാണ് ഈ ഒരു ബുദ്ധി ഉദിച്ചത്. ചേട്ടൻ മുമ്പ് എന്ത് ബിസിനസ് ആയിരുന്നു ശരിക്കും ചെയ്തിരുന്നത്? എനിക്ക് ഫർണിച്ചറിന്റെ പരിപാടിയായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇതിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ ഡിക്സൺ ചേട്ടൻ എന്തൊക്കെയാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാള കൊണ്ട്? നമുക്ക് ഇവിടെ ഒരു 10ഓളം ഐറ്റംസ് ഉണ്ട്. നമുക്കിവിടെ ഈ പാർട്ടീഷൻ പ്ലേറ്റ് ഉണ്ട്. ഇത് ഹോട്ടലുകളിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. ഇങ്ങനെ തട്ടായിട്ട് എന്ന് പറയുന്നത് നമുക്ക് കറിയും ചോറൊക്കെ ഒറ്റ പ്ലേറ്റ് ഇടാൻ പറ്റുന്ന. അതെ അതെ. അപ്പൊ നമ്മൾ 10 പാക്കറ്റായിട്ട് പാക്ക് ചെയ്താണ് കൊടുക്കുന്നത്. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 10 പാക്കാണ്. 10 പാക്കാ. പിന്നെ വേറെ ഉള്ളത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ബിരിയാണി ഒക്കെ കഴിക്കാൻ പറ്റിയിരുന്ന ടൈപ്പ് ഒരു 10 പ്ലേറ്റ് ഉണ്ട്. 10 പ്ലേറ്റ്. അപ്പൊ ഇതെങ്ങനെ സൈസ് വെച്ചിട്ടാണോ ഇതിന്റെ പറയുന്നത്? അതെ 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 അതെ. ഇതിപ്പോ 10 പ്ലേറ്റ്, സാധാരണ പ്ലേറ്റിന്റെ വലിപ്പമുള്ളത്. ബിരിയാണി ഒക്കെ കഴിക്കാൻ പറ്റിയ ടൈപ്പ് ഉള്ള ഒരു സംഭവമാണ് ഇത്. പിന്നെ ഇതിന്റെ തന്നെ ഒരു 8 ഇഞ്ചിന്റെ ഉണ്ട്. 8 ഇഞ്ച് 8 ഇഞ്ചിന്റെ ഉണ്ട്. ഇതിന്റെ ചെറുത്. ഇതൊക്കെ എന്തിനു ഉപയോഗിക്കണതാ? ഇത് ഇങ്ങനെ തന്നെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ കറി എടുത്ത് വെക്കാനായിട്ട് അങ്ങനെ പല അതായത് പൂർണ്ണമായിട്ടും നാച്ചുറൽ ആണ്. ഓക്കെ, ഇത് നമ്മുടെ സാധാരണ ബിരിയാണി ഒക്കെ നമ്മൾ കണ്ടെയ്നറിൽ പാക്ക് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ. ഇത് കണ്ടെയ്നർ ആയത് 750 ml കണ്ടെയ്നർ ആയത്. അതിനടപ്പനൊക്കെ ഉണ്ട്. അടപ്പനുണ്ട് ഇതിന്. ചെറിയൊരു ലോക്കിംഗ് ഉണ്ട് ഇതിന്. എന്തായാലും കൊള്ളാട്ടോ സംഭവം. അപ്പൊ ഇവിടുത്തെ ചേച്ചിമാര് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ പാക്കായിട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് എന്തുട്ടാണ് ഇത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ? ഈ പ്ലേറ്റുകളൊക്കെ ഇവിടെ തന്നെ സെയിൽ ചെയ്യാണോ അല്ലെങ്കിൽ ദൂരത്തേക്ക് കയറ്റി വിടുന്നുണ്ടോ? തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം ഭാഗത്തുനിന്നൊക്കെ നമുക്ക് ഓർഡർ വരുന്നത്. അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ പാർസലായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ലോക്കലും വരുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങള് കൊറിയർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് കൊറിയർ ചാർജ് ഒക്കെ വേറെ എന്തെങ്കിലും മേടിക്കാറ്? അത് എക്സ്ട്രാ വരും, അത് കൊറിയർ ചാർജ്. ഓക്കെ, പാള എന്ന് കണ്ടോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത്രയും നാച്ചുറൽ ആയിട്ട് പ്രൊഡക്റ്റ് കൊണ്ട് ചേട്ടൻ ഇത്രയും വെറൈറ്റികളായിട്ടുള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ആൾക്കാർ എങ്ങനെയാണ് കൂടുതലായിട്ട് വരുന്നുണ്ടോ? അല്ലെങ്കിൽ ആൾക്കാർ പാളാന്ന് കേൾക്കുമ്പോ അതിനെ തള്ളിക്കളയാണോ? എന്താണ്, എങ്ങനെയാണ്? ആദ്യമൊക്കെ നമ്മുടെ ലോക്കൽ ആൾക്കാരൊക്കെ പാള കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ നേരത്തെ ഒരു കളിയാക്കണ പോലെയൊക്കെ സംഭവം പുച്ച വരുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും ഇതൊക്കെ ഉപയോഗിച്ചത് ഭയങ്കര അടിപൊളിയാണ്, അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും വാങ്ങിച്ചോണ്ട് കൊണ്ട് ഈ സാധനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഡിസ്പോസിബിൾ തന്നെയല്ല, നമുക്ക് ഒറ്റത്താണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കഴിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഒരു വാശി ഉപയോഗിക്കാൻ നോക്കിയാൽ നടക്കും? ഇല്ല, അങ്ങനെ പറ്റില്ല. ഇത് അപ്പൊ എന്തിട്ടുണ്ടാവും? ഇത് അത് ചെറിയൊരു ഫ്ലെക്സിബിൾ ആവും. ഇത് വെള്ളം വീണ് കഴിയാൻ നേരത്തെ ചെറിയൊരു കുതിർന്നു പോകും. ചെറിയൊരു ഫ്ലെക്സിബിൾ ആവും. ഇതിന്റെ വേസ്റ്റ് കളയാനായിട്ടും ബുദ്ധിമുട്ടില്ല. ഇത് പോത്തൊക്കെ കഴിച്ചോളൂ ഇതിന്റെ വേസ്റ്റ്. അല്ലെങ്കിൽ തെങ്ങിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ട വളവുമാണ് ഇതിന്. പാളയൊന്നുണ്ടിട്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇത് ഈ ഒരു ഷേപ്പിൽ ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കണല്ലോ. ഇപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കെമിക്കലുകളോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇതിന്റെ ഒരു കെമിക്കലും ഇല്ല. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ കാണിച്ചു തരാൻ. ഇപ്പുറത്ത് നമ്മൾ പ്രഷർ വാഷിൽ കഴുകിയിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇവിടെയൊക്കെ അതിന്റെ യൂണിറ്റുകളാണല്ലേ? ഇതൊക്കെ ഈ പാള ഉണ്ടാക്കുന്ന സംഭവം കണ്ടെയ്നർ അടിക്കുന്ന മെഷീനാണ്. ചുറ്റും ഫുൾ മിഷനറീസ് ആണ് ഇവിടെ. ഞങ്ങൾ 3 ചെയ്യണത്. ഷൈജ് എന്ന പേര് പുള്ളിയുടെ. നമസ്കാരം.
അപ്പൊ നിങ്ങൾ 3 പേര് ഒരാളപ്പോ എവിടെയാ? ഒരാൾ ഓഹോ ഇപ്പുറത്ത്. ഇതാണ് ക്ലീനിങ് അല്ലേ? ഇവിടെ പ്രഷർ വാഷറിൽ ആദ്യം തന്നെ കഴുകും. പ്രഷർ വാഷറിൽ കഴുകി അപ്പുറത്തേക്ക് ടാങ്കിലേക്ക് ഇട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ ഇത് കുത്തിച്ചാരി വെക്കും ഇങ്ങനെ. ഓ ഇങ്ങനെ വെച്ച് ഉണക്കും വെള്ളം മാർന്നു പോകാൻ വേണ്ടിട്ട്. അപ്പൊ ചെറിയൊരു നനവ് മാറി കഴിയാൻ നേരത്താണ് നമ്മൾ മിഷനിൽ വെച്ച് അടിക്കുന്നത്. ഇത് അടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ഇതിപ്പോ അങ്ങനെ അടിക്കാനായിട്ട് റെഡിയാക്കി വെച്ചാണ് പാളകളാണോ? ഓക്കെ, അപ്പൊ ഒന്ന് കാണിച്ചു തരുമോ? കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ്. അതുകൊണ്ട് ഇവിടെ ഒക്കെ പാളകളുണ്ടോ? എല്ലാവരുടെയും പാളകൾ സൂക്ഷിച്ചേക്കാണ്, മൊത്തം പാളയാണ്. അപ്പൊ ഇത് ഒരു പാളയിൽ എത്ര പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്? അത് പാളയുടെ വലിപ്പം അനുസരിച്ചിരിക്കും. ചില പാളയിൽ നമുക്ക് 2 കിട്ടും, ചിലതിൽ 3 കിട്ടും, അങ്ങനെ. ഓക്കെ, അപ്പൊ ഈ പാളകള് ചെറുതായിട്ടൊക്കെ പല ഓ ഇതിന്റെ അച്ചിൽ ചൂടാവുന്നുണ്ടോ? നല്ലൊരു ചൂടിന്റെ 70 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാക്കണം. മേലായിട്ട് 70, താഴത്തായിട്ട് 70, അങ്ങനെ 150 ഡിഗ്രിയിൽ അത് ചൂടാക്കിയിട്ടാണ് നമ്മൾ പ്ലേറ്റ് റെഡിയായി. ഇതിപ്പോ 1 മിനിറ്റ് ചെയ്യാൻ നേരത്താവുന്നത്. മിഷനറീസ് ഒക്കെ എങ്ങനെയാണ്? ഭയങ്കര കോസ്റ്റ്ലി ആയ സംഭവങ്ങളൊക്കെയാണോ അത്? അതെ, പൈസ ഉണ്ട് ഇതിന്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടൻ എവിടെ നിന്നൊക്കെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചൊക്കെ കൊണ്ടുവന്നത്? കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു സംരംഭമൊക്കെ ഇതേപോലെ തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു മിഷനറീസ് ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമാണ് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ മിഷനറീസ് ഒക്കെ ചേട്ടൻ എങ്ങനെ കണ്ടുപിടിച്ചു? പറഞ്ഞല്ലേ നമ്മുടെ അങ്കിൾ ഇങ്ങനെ പേപ്പർ പ്ലേറ്റ് അടിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ല. പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി ഇതിന്റെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ. അങ്ങനെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് പിന്നെ കുറെ നമുക്ക് ഈ മിഷനായിട്ട് കുറെ ഐഡിയ വേണം. നമുക്ക് ഇത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും നമുക്ക് അത് ചെയ്തെടുക്കാനും പിടിക്കാനായിട്ടൊക്കെ കുറെ ഐഡിയ വേണം. ഇതൊക്കെ വല്ല വാറന്റിയും ഗ്യാരണ്ടി ഒക്കെ ഉള്ള മിഷനറീസ് ആണോ? ഗ്യാരണ്ടി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർഡർ എടുത്തിട്ട് നമുക്ക് അവരങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ തന്നെ അവർ 2 ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും എനിക്ക് തോന്നുന്നു എല്ലാം വലിയ മിഷനറീസ് ആണ് ഇപ്പുറത്തായാലും അപ്പുറത്തായാലും ഒക്കെ ഇരിക്കുന്നത്. കാണുമ്പോൾ ചെറിയ പാളയാണെങ്കിലും ഉണ്ടാകുന്ന വിഷയം എന്ന് പറയുന്നത് അത്യാവശ്യം ഹെവി ആയിട്ട് തോന്നി. അപ്പൊ ഇതിനൊക്കെ കറണ്ടിന്റെ ചാർജ് ഒക്കെ നല്ല ചാർജ് വരില്ലേ? കറണ്ട് ചാർജ് നന്നായിട്ട് വരുന്നുണ്ട്. എന്നാലും ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു ദിവസം ഒരു 200 രൂപയുടെ കറണ്ട് ചാർജ് വരും നമുക്ക്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ചേട്ടൻ ഈ പാള കൊണ്ട് ഇതേപോലെ പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്കതൊരു ലാഭകരമായ രീതിയിൽ തന്നെയാണോ ചേട്ടന് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഏകദേശം ഒരു ആവറേജ് ഇങ്ങനെ അടുത്തടുത്ത് പോകുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് ലാഭമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അതിപ്പോ ഇനി ഒന്നുകൂടി പ്രൊഡക്ഷൻ ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഇത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യണ്ടോ? അതായത് ഡിസൈൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രകൃതികരമായ രീതിയിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഇപ്പൊ ഇതിപ്പോ ചൂടായി കഴിയൂല്ലേ? അത് ഇത്രയും നല്ല പ്രകൃതിദത്തമായ രീതിയിൽ പ്ലേറ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചോളൂ. നമ്മുടെ പ്ലേറ്റ് റെഡി. ഇപ്പൊ ചൂടുണ്ടല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേറ്റ്. ഇത്ര നേരം കൊണ്ട് ഓക്കെ, എന്തായാലും കൊള്ളാം, നല്ല പരിപാടി. വേറെ ഒരു കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ, അലുമിനിയം ഇല്ല, ഒന്നുമില്ല, സിമ്പിളായിട്ട്. ഇതിപ്പോ ഇങ്ങനെ ഇനി ഇരുന്നോളും. ഇനി ഇത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന്റെ മൂടിയായി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ പാളയായതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇതിപ്പോ നമ്മള് കുറച്ചധികം ഒക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് വല്ല പൂപ്പല് വരെ അതിന് പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? അല്ല, നമ്മ പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എയർ പാസിംഗ് ഇല്ലാതിരുന്നാൽ മതി. എയർ പാസിംഗ് ഒരു കുഴപ്പമില്ല. എത്ര കാലം വേണമെങ്കിലും ഇരുന്നുള്ളൂ ഈ സാധനം. ഇവിടെ നമ്മള് പല ടൈപ്പിലുള്ള പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന മിഷനറീസ് ആണ് കൂടെ കാണുന്നത്. ഈ അപ്പുറത്തെ സൈഡില് ഇത് റൗണ്ട് ടൈപ്പ് പ്ലേറ്റുകൾ അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ ഒരു പാള ഇവിടെ വെച്ച് കൊടുത്തിട്ട് അതിലൊരു പ്ലേറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ബാക്കി എന്റെ വേസ്റ്റ് വരുന്നത് എന്ത് ചെയ്യും? വേസ്റ്റ് അപ്പുറത്തെ ചെറുതിലേക്ക് വെച്ച് കൊടുക്കും. ചെറിയ പ്ലേറ്റുകൾ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ മാറി ഉപയോഗിക്കും. അവിടെയൊക്കെ ഓരോ ഷേപ്പ്. ഇത് ചെറിയ പാത്രം ഉണ്ടാക്കണത്, ഇത് അതിനേക്കാൾ ഇത്തിരി വലുത്, ഇത് സ്പൂൺ ഉണ്ടാക്കണത്, എല്ലാത്തിന്റെ അച്ചുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അടിപൊളി. മിക്സൺ ചേട്ടൻ അടിയിൽ ഒരു ലിവറുമ്പോ ചവിട്ടുമ്പോ നമ്മുടെ ഈ സംഭവം പൊന്തി വരും. അവിടെ പ്ലേറ്റിനടി ചവിട്ടും, ഇവിടെ താഴും, വീണ്ടും അടിയിൽ ചവിട്ടും, അപ്പൊ പൊന്തും. കൊള്ളാം. അപ്പൊ ഏകദേശം ഒരു ദിവസം ഞാൻ എത്ര പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കും? ഒരു 1200 അടിക്കാൻ പറ്റും നമുക്ക്. 1200 അടിക്കും ഒരു ദിവസമൊക്കെ. പിന്നെ കണ്ടെയ്നർ ഒരു 300 ഒരു ദിവസം അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഡിക്സൺ ചേട്ടൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. മെയിൻ ആയിട്ട് എന്തിനൊക്കെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പ്ലേറ്റുകളൊക്കെ? കാറ്ററിംഗ്, ബിരിയാണി കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് കണ്ടെയ്നർ പല പാക്കിങ്ങിന്, ബിരിയാണി പാക്കിങ്ങിനാണ് കൊണ്ടുപോകുന്നത്. ഇത് എറണാകുളം, ആലപ്പുഴ, തിരുവനന്തപുരം ഭാഗത്തേക്കാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകുന്നുണ്ട് പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ചെറുതായിട്ടൊരു യൂണിറ്റ് ഇങ്ങനെ തുടങ്ങിയേക്കാണ്. ഇപ്പൊ പ്രകൃതിനെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്.
പ്ലാസ്റ്റിക് കൈ കൊണ്ട് നമ്മൾ അതും കഴിച്ചു കഴിയാൻ നേരത്ത് നമുക്ക് ക്യാൻസർ അതുപോലെയുള്ള മാരകമായ രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സംരംഭം, നമ്മുടെ ഒരു എളിയൊരു പരിപാടി ഇങ്ങനെ ചെയ്തേക്കാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും നമ്മള് എല്ലാവരും പ്രകൃതിയിലേക്ക് മടങ്ങാന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ചെന്ന് ലാസ്റ്റ് ഭക്ഷണം കഴിക്കുന്നത് അലുമിനിയം ഫോയിലും അല്ലെങ്കിൽ അങ്ങനത്തെ മീൻസ് അങ്ങനെ ഓരോ ഇതിലേക്ക് ആയിരിക്കും. അപ്പൊ എന്തായാലും തെർമോക്കോളിന്റെ അതിലേക്കാണ് കഴിക്കുന്നത്. അപ്പൊ ഇതേപോലുള്ള ഇതിലേക്ക് മാക്സിമം എല്ലാവരെയും വരാനായിട്ട് നമ്മുടെ ഡിക്സൺ ചേട്ടൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഡിക്സൺ ചേട്ടാ, അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ചേട്ടൻ ഈ പ്ലേറ്റ് നമുക്ക് ഉണ്ടാക്കി തരണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു ഹോൾസെയിലായിട്ട് എനിക്കൊരു 2000 പ്ലേറ്റ് അല്ലെങ്കിൽ 5000 പ്ലേറ്റ് വേണം. എങ്ങനെയാണ് അതിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മുൻകൂട്ടി നമ്മൾ പൈസ തരണോ അല്ലെങ്കിൽ എന്താണൊക്കെ? അത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചോദിക്കുക എന്നാ വേണ്ടതെന്ന് ചോദിക്കുക. അപ്പൊ അവരിങ്ങനെ ഡേറ്റ് വേണ്ടത് നമ്മൾ പറയും, നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും, അപ്പൊ അതിലേക്ക് പൈസ ഇടാൻ പറയും. അപ്പൊ അതിന് നമ്മൾ പാർസലായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു കല്യാണം വരുന്നുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി പറഞ്ഞ ദിവസത്തിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് സംഭവം റെഡിയാക്കി. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചോദിച്ചിട്ടില്ലാണോ എന്ന് പറയാം. ഇതിന്റെ വില എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ പാള എന്ന് പറയുന്ന സംഭവമാണെങ്കിലും ഇത്രയും വില കൂടിയ മിഷനറീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന വിലയൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഒരു 3 രൂപ തുടങ്ങി ഒരു 10 രൂപ വരെയുള്ള റേറ്റിലാണ്. അത് സൈസുകൾ അനുസരിച്ചാണ്, ചെറുത് തുടങ്ങി വലുത് വരെ പല റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കൂടുതലൊക്കെ ആയിട്ട് എടുക്കുന്നവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളത്. ഓക്കെ ഏട്ടാ, ഓക്കെ. അപ്പൊ നമ്മുടെ പാളകൾ കൊണ്ടുള്ള ഇതേപോലത്തെ നല്ല അടിപൊളി പ്ലേറ്റ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ മറ്റുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റിനേക്കാളൊക്കെ നല്ല പ്രത്യേകത ഉണ്ട്. കാണുമ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ തോന്നും. അങ്ങനത്തെ രീതിയിലുള്ള പ്ലേറ്റുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിക്സൺ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് മുന്നേ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിക്സൺ ചേട്ടൻ അതിനനുസരിച്ച് നിങ്ങളുടെ ഓർഡറിനനുസരിച്ച് എത്തിച്ചു തരും. കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റ് അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ ഡിക്സൺ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ സംരംഭകരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ നിങ്ങളുടെയും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഇവിടുന്ന് ഇതേപോലെയുള്ള പ്ലേറ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോ കൂടെ കാണാം.